ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് ആദ്യമേ തന്നെ നിങ്ങളെ ഇട്ട് കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് ഇതുപോലെ തന്നെ അളവെടുത്ത് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമേ പറയട്ടെ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയെന്ന് കാണണ്ടേ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നെക്ക് പാർട്ടാണ് കേട്ടോ. നേരത്തെ ലൈനിങ് അറ്റാച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് നോർമലി സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ടെടുത്താൽ മതി. ഇതും അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോ നമുക്ക് പല ടൈപ്പിൽ ചെയ്യാം. വേണമെങ്കിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് പീസസ് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമുക്കൊരു കട്ട് പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു കട്ട് പീസ് വേണം. അതിനുവേണ്ടി നെക്കിന്റെ അളവാണ് വേണ്ടത്. നെക്ക് നമുക്ക് എത്രയാണോ വൈഡും ലെങ്തും എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന്റെ ബാലൻസ് വന്ന ക്ലോത്ത് ആണ് ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ നെക്കിന്റെ നമുക്ക് ലെങ്തും വൈഡും, നെക്കിന് വൈഡ് ഞാൻ ഫോൾഡ് ചെയ്തിട്ട ശേഷം ഒരു 3.5 കൊടുത്തത്. ഇപ്പൊ നെക്കിന്റെ അളവ് നമുക്ക് ഈ പീസിലോട്ട് മാർക്ക് ചെയ്യും മുന്നേ ഈ സ്ലീവ് കട്ട് ചെയ്ത ഭാഗത്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ നെക്ക് ഫോൾഡ് ചെയ്തിടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിടുമ്പോൾ 3.5 കിട്ടും. അപ്പോൾ നിവർത്തി എടുക്കുമ്പോൾ അത് 7 ഇഞ്ച് ആയിരിക്കും. 7 ഇഞ്ച് കിട്ടുമ്പോൾ നമുക്ക് ആ ക്ലോത്ത് അടിയിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഈ ക്ലോത്ത് ഒരു 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പൊ 11 ഇഞ്ച് വീതി കിട്ടും. ഞാനിപ്പോ 2 ഇഞ്ചാണ് രണ്ട് സൈഡും കൂടുതൽ ആഡ് ചെയ്യുന്നത്. 1 ഇഞ്ച് വെച്ച് ആഡ് ചെയ്താലും മതി. ഞാനിപ്പോ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ 11 ഇഞ്ച് ഇതിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ലെങ്ത് ഭാഗം, നെക്കിന് ലെങ്ത് ഭാഗം ഞാൻ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച് കൊടുത്തു. ആ 6 ഇഞ്ചും കൂടെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോസ് പീസ് കട്ട് ചെയ്യാനും അത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ഇതങ്ങ് ഇതിന്റെ പുറത്തോട്ടൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ചാണേ. സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ഇത് ഈസി മെത്തേഡ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കാം. വൈഡ് നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെയാണ്. 7 ഇഞ്ചിന് പകരം 11 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് ഞാൻ നെക്കിന് 3 ഇഞ്ച് കൊടുത്തത് 5 ഇഞ്ച്, 2 ഇഞ്ച് കൂട്ടി 5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് 2 സ്ക്വയർ പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പൊ ഈ 2 സ്ക്വയർ പീസ് മതി നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നെക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ മെത്തേഡ് തന്നെയാണ് ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ സ്ക്വയർ പീസ് ഇതുപോലെ നിവർത്തിയിട്ട് അതിന്റെ പുറത്ത് നമ്മുടെ നെക്ക് പാർട്ട് ഇതുപോലെ കണ്ടോ, ഇത് ഫേസ് ടു ഫേസ് വരും. നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം കറക്റ്റ് ആയിട്ട് പിടിച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിപ്പോ കാണിച്ചു തരാം അത് മെഷീനിലോട്ട് വെച്ച്. ഇത് കണ്ടില്ലേ, സ്ക്വയർ പീസിന്റെ പുറത്താണ് ഈ നെക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല വശങ്ങൾ അകത്താണ്. അപ്പൊ അതിന്റെ സെന്റർ ഭാഗം ഇതുപോലെ നെക്കിന്റെ സെന്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് കറക്റ്റ് ലെവൽ പിടിച്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോ ബാക്ക് നെക്കാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം കറക്റ്റ് സെന്റർ ഭാഗം ഇതേ ലെവലില് വരത്തക്ക വിധത്തിൽ വേണം നമുക്ക് രണ്ട് സൈഡ് ഒന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. കണ്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ സൈഡും പിൻ ചെയ്ത് സെന്റർ ഭാഗം ഒന്ന് പിൻ ചെയ്യണം. അപ്പൊ കറക്റ്റ് ലെവൽ പിടിച്ച് ഞാനിപ്പോ ഇവിടെ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെന്റർ ഭാഗത്തോടെ ഒരു പിൻ കൊടുക്കാം. സെന്റർ ഭാഗങ്ങൾ മാർക്ക് ചെയ്തത് കണ്ടാൽ കറക്റ്റ് ലെവൽ പിടിച്ച് വെച്ചാൽ മതി. അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടിക്കോളും. ഇതുകൂടെ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ വളഞ്ഞു വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ഇതുപോലെ ഫുട്ടൊന്ന് ഉയർത്തി അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരണം. അതുപോലെ നമുക്ക് എവിടെയാണോ ചുളുക്കൊന്ന് വരാൻ പാടില്ല, ചുളിവ് വരുന്ന ആ ഭാഗത്ത് ഒന്ന് ഫുട്ട് ഉയർത്തി സ്റ്റിച്ച് ചെയ്താൽ മതി. നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ഇപ്പൊ റൗണ്ട് ഇതാ കംപ്ലീറ്റ് ആയി. ഈ പിന്നൊന്ന് റിമൂവ് ചെയ്ത ശേഷം നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് വിട്ടല്ലോ, ആ സ്റ്റിച്ചിൽ പെടാതെ കട്ട് ചെയ്ത് കൊടുക്കണം. അകത്ത് നിൽക്കുന്ന എക്സ്ട്രാ ക്ലോത്ത് കണ്ടോ,
സ്റ്റിച്ചിൽ പെടാതെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് നെക്കിനകത്തുള്ള ഈ പീസ് നമ്മൾ എക്സ്ട്രാ വെച്ചതിൻ്റെതാണേ. ഈ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടിക്കോളും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നെക്ക് കിട്ടും. ഈ ക്ലോത്ത് ബാലൻസ് നിൽക്കുന്ന നമ്മൾ അറ്റാച്ച് ചെയ്ത ക്ലോത്ത് ഇതുപോലെ തിരിച്ചിട്ടെടുത്താൽ മതി. നെക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. കണ്ട ഇതുപോലെ തന്നെയാണ് രണ്ട് സൈഡും ചെയ്തെടുക്കേണ്ടത്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ നെക്ക് ഇവിടെ കിട്ടി. കണ്ടോ? ഇതിന് നമുക്ക് ബാക്ക് സൈഡ് ഇതുപോലെ ഇപ്പൊ സ്ക്വയർ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. സ്ക്വയർ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വിടാം. അതല്ല എങ്കിൽ കറക്റ്റ് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോണ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പൊ അത് അവിടെയും കറക്റ്റ് ആയിട്ട് റൗണ്ട് കിട്ടും. കണ്ടില്ലേ? അതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി ഫുൾ റൗണ്ടും. അപ്പൊ അകവശവും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. ഇതുപോലെ രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും പാർട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള. അടുത്ത പണി ഷോൾഡറുകൾ തമ്മിലൊന്ന് കൂട്ടി അടിച്ചു വിടുക. അതിനുവേണ്ടി ഈ നെക്ക് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് വിട്ടല്ലോ, ആ സ്റ്റിച്ച് ചെയ്ത ആ പോയിന്റുകൾ ചേർത്ത് ഇതുപോലെ ഒന്ന് പിടിച്ച് കറക്റ്റായിട്ട് ആ റേഞ്ച് ഒന്ന് മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. അതുപോലെ തന്നെ രണ്ട് സൈഡും ഷോൾഡറുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം. ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ എക്സ്ട്രാ നമുക്ക് സ്റ്റിച്ച് ചെയ്തല്ലോ, നെക്ക് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു പാർട്ട് അകത്തോട്ടാക്കി കൈകൊണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യൽ തുമ്പ് നമുക്ക് പുറത്തോട്ട് നിൽക്കും. ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അകത്തോട്ട് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് പുറത്ത് കാണത്തില്ല. ഹെമ്മിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് റൗണ്ട് ചെയ്ത് വലിയ സ്റ്റിച്ച് ഇട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്ത ശേഷം ഹെമ്മിങ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാനിപ്പോ ഇവിടെ ഈ ആം ഹോൾ ഭാഗത്ത് ഒരു ചെറിയ ടക്ക് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇതുപോലെ ഒരു സ്ക്വയർ ആക്കിയ ശേഷം കറക്റ്റ് ആയിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ച് കാലിഞ്ച് അപ്പുറം ഇപ്പുറവും കൊടുത്തൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. സ്ക്വയർ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത അതൊന്ന് ക്ലിയർ ആയിട്ട് ഫസ്റ്റ് മാർക്ക് ചെയ്ത അതേ സ്ക്വയർ തന്നെയാണ് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തത്. കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഈ സ്ക്വയർ മാർക്ക് ചെയ്തിട്ടാണല്ലോ അവിടെ ഒന്ന് കർവ് കൊടുത്തത്. ആ സ്ക്വയർ ഒന്ന് ക്ലിയർ ആക്കിയ ശേഷം ഈ കോണിന്ന് ഇഞ്ച് ടേപ്പ് വെച്ചൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്ത ശേഷം ഒരു കാലിഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും മാറ്റി ഒന്നതുപോലെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് ഈ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ആം ഹോളിന്റെ ഭാഗത്ത് വരുന്ന ഒരു മടക്കൊന്നും കാണത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആം ഹോൾ കിട്ടും. രണ്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പൊ സ്ലീവിന് വേണ്ടി ഈ സ്ലീവിന്റെ എൻഡ് ഭാഗം ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അര ഇഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ ഈ എൻഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒത്തിരി വലിച്ചു പിടിക്കാതെ ആ ക്ലോത്ത് കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഒന്ന് വലിച്ചു പിടിക്കാൻ പാടില്ല. കറക്റ്റ് ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് വെച്ച ശേഷം പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. രണ്ട് സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം എഡ്ജിലൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സ്ലീവിന്റെ സെന്റർ ഭാഗത്ത് ഇതുപോലെ ഒരു കുഞ്ഞു കട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സെന്റർ ഭാഗവും അതുപോലെ ഷോൾഡർ സെറ്റ് ചെയ്ത് അതേ ആ ഒരു സെന്റർ ഭാഗവും പിടിച്ച് യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ സെന്റർ ഭാഗത്ത് തന്നെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് ഈ റൗണ്ട് ഫുള്ള് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. തിരിച്ചതുപോലെ ഒരു റൗണ്ട് കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. രണ്ട് സ്റ്റിച്ച് കൊടുക്കണം രണ്ട് സൈഡിലും. ഇതുപോലെ രണ്ട് സൈഡ് ഷോൾഡർ നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്ലീവുകൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി പാർട്ട് സെറ്റ് ചെയ്യണം. ബോഡി പാർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്ലീവിന്റെ വണ്ണം ഞാനിവിടെ അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്ത് കൊടുത്ത ശേഷം നമ്മൾ ബോഡി പാർട്ട് ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതുപോലെ മാർക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇഞ്ചി ടേപ്പ് വെച്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതിന്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഈ ഹിപ്പിന്റെ ഈ റൗണ്ട് ഇതുവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയാൽ മതി. രണ്ട് സൈഡ് ഇതുപോലെ കിട്ടും. ഇനിയാണ് നമുക്ക് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടത്. ഒരു ഇഞ്ച് മാറ്റി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് രണ്ട് സൈഡും. അത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇപ്പൊ താഴോട്ട് ഞാൻ വീതി കുറയ്ക്കുന്നില്ല. അപ്പൊ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തല്ലോ, അതുവരെ ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്ത് അതുവരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. താഴെ നമുക്ക് കുറയ്ക്കണ്ട. അപ്പൊ താഴെ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് വീതി കുറഞ്ഞു പോവും. വീതി കുറയാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയാണ് നമ്മുടെ സ്ലിറ്റ് ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഹിപ്പ് ഉണ്ടല്ലോ, ഹിപ്പ് ഏരിയയുടെ അവിടെ നിന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് താഴെ വരെ ഇതുപോലെ ഒന്ന് ലെവല് പിടിച്ചു കൊടുക്കുവാണ്. കറക്റ്റായിട്ട് 1/2 ഇഞ്ച് വെച്ച് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കാതെ പതിയെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഒന്ന് വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും. അതല്ല എങ്കിൽ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ പിൻ കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ മിഡിൽ ഭാഗത്തായിട്ട് ഒരു പിൻ ചെയ്ത ശേഷം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതുപോലെ രണ്ട് സൈഡും പിൻ ചെയ്ത് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ മിഡിൽ ഭാഗത്തെ പിന്ന് മാറ്റി അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബോഡി പാർട്ട് അടിച്ചു വിട്ടപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തല്ലോ സ്റ്റിച്ച്, അതുവരെ കൊണ്ടുവരണം. ഈ സ്ലിറ്റ് സ്റ്റാർട്ട് ആവുന്ന ഇതുവരെ വരണം. അതുവരെ സ്റ്റിച്ച് കൊണ്ടുവന്ന ശേഷം അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മേളിൽ മാർക്ക് ചെയ്ത് അതുവരെ കൊണ്ടുപോവാം. അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫുട്ട് ഉയർത്തി ഇപ്പുറത്തെ സൈഡിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇപ്പുറത്തെ ഭാഗത്തും പിൻ ചെയ്ത് വെക്കണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതൊന്ന് ഇതുപോലെ വലിച്ചു പിടിക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. കണ്ടോ, കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടും. അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ഇതുപോലെ രണ്ട് സൈഡും പിൻ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റായിട്ട് ലെവല് കിട്ടും. പിന്നെ റിമൂവ് ചെയ്ത് താഴോട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതുപോലെ സ്ലിറ്റ് ക്ലിയർ ആയിട്ട് കിട്ടും, കണ്ടില്ലേ? ഇതുപോലെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ലെങ്ത് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ലെങ്ത് ഭാഗം ഫോൾഡ് ചെയ്യുമ്പോൾ അതും 1/2 ഇഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. വലിച്ചു പിടിക്കാൻ പാടില്ല. വലിച്ചു പിടിക്കുമ്പോഴാണ് ഷേപ്പ് ഇല്ലാതെ പോകുന്നത്. ആ തുണിയുടെ ലെവലിൽ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. അതുപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ചുളു പോലെ വരുമ്പോൾ ഫുട്ടൊന്ന് ഉയർത്തി തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇനി എഡ്ജ് ഭാഗം ഫുൾ റൗണ്ടും എഡ്ജ് ഭാഗത്ത് ഇതുപോലെ ഓരോ സ്റ്റിച്ച് കൂടെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. എഡ്ജ് ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് കിട്ടും. അങ്ങനെ നമുക്ക് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ കുർത്ത ഇവിടെ റെഡിയായി. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.